4 സുഹൃത്തുക്കൾ പ്ലം കേക്ക് പങ്കിടുകയായിരുന്നു. ഏറ്റവും പ്രായമുള്ള സുഹൃത്തിന് ഒരു തുണ്ട് കേക്ക് അധികമായി ലഭിക്കുമെന്ന് അവർ തീരുമാനിച്ചു. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. രാജാകട്ടെ ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അധിക കേക്ക് ആർക്കാണ് ലഭിക്കേണ്ടത്? നോക്കുക, ഇവിടെ 4 സുഹൃത്തുക്കളുണ്ട്. അവർ ഒരു കേക്ക് പങ്കിടുകയായിരുന്നു. ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ളയാൾക്ക് ഒരു പീസ് കേക്ക് അധികമായി ലഭിക്കും. ഇനി അവരുടെ പ്രായം തമ്മിൽ ഉള്ള ബന്ധം നൽകിയിട്ടുണ്ട്. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. രാജാകട്ടെ ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. നമുക്ക് അധിക കേക്ക് ആർക്കാണ് ലഭിക്കേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇക്കൂട്ടത്തിലെ ഏറ്റവും മൂത്തയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ബന്ധങ്ങളൊന്ന് നോക്കാം. റാം രാജിനേക്കാൾ 2 മാസം മൂത്തതാണ്. അപ്പോൾ രാജിനേക്കാൾ 2 മാസം മൂത്തതാണ് റാം. രാജാകട്ടെ ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. രാജ് ജയിനേക്കാൾ 3 മാസം ഇളയതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജയ് രാജിനേക്കാൾ 3 മാസം മൂത്തതാണ്. ജയ് രാജിനേക്കാൾ 3 മാസം മൂത്തതാണ്. അപ്പോൾ രാജിനേക്കാൾ 3 മാസം മൂത്തയാളാണ് ജയ്. രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അപ്പോൾ രാജിനേക്കാൾ 1 മാസം മൂത്തതാണ് സാം. അപ്പോൾ ഇക്കൂട്ടത്തിൽ ആരാണ് ഏറ്റവും മൂത്തതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നോക്കുക, രാജിനേക്കാൾ 1 മാസം മൂത്തയാളാണ് സാം, 2 മാസം മൂത്തയാളാണ് റാം, 3 മാസം മൂത്തയാളാണ് ജയ്. അപ്പോൾ ഏറ്റവും മൂത്തയാൾ ജയ് ആണ്. അധിക കേക്ക് ലഭിക്കേണ്ടത് ജയ്ക്കാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു സാധനം 10% ലാഭത്തിലാണ് വിറ്റത്. അതിൻ്റെ വിൽപ്പന വില 250 രൂപ കൂട്ടിയിരുന്നെങ്കിൽ 20% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര? ഇവിടെ ഒരു സാധനം 10% ലാഭത്തിലാണ് വിറ്റത്. ഇനി വിൽപ്പന വിലയിൽ 250 രൂപയുടെ വർധനവ് വരുത്തിയിരുന്നെങ്കിൽ ലാഭശതമാനം 20 ആകുമായിരുന്നു. അതായത് 10% ലാഭത്തിന് വിറ്റുകൊണ്ടിരുന്ന സാധനത്തിന് 250 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 20% ലാഭം കിട്ടിയേനെ. അപ്പോൾ ലാഭശതമാനത്തിൽ 10ന്റെ വർധനവ് വന്നേനെ. 250 രൂപ കൂട്ടുമ്പോൾ ലാഭശതമാനത്തിൽ 10ന്റെ വർധനവ് വരും. അപ്പോൾ ആ വർദ്ധിച്ച 10% തുല്യമായ തുകയാണ് 250. അപ്പോൾ 10% ലാഭത്തിന് തുല്യമായ തുകയാണ് 250 രൂപ. ഇനി ലാഭശതമാനം പറയുന്നത് വാങ്ങിയ വിലയുടെ നിശ്ചയ ശതമാനം എന്നുള്ളതാണ്. അപ്പോൾ വാങ്ങിയ വിലയുടെ 10% 250. ഈ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-1 ഭാഗമാണ്. അതായത് വാങ്ങിയ വിലയുടെ 10-1 ഭാഗമാണ് 250. അപ്പോൾ വാങ്ങിയ വില കാണാൻ 250ന്റെ 10 ഇരട്ടി എടുത്താൽ മതി. അതായത് 2500. ശരി ഉത്തരം ഓപ്ഷൻ എ 2500. 6 പേർ ഒരു നിരയിൽ ഇരിക്കുന്നു. Y ആണ് എക്സിനും ആറിനും ഇടയിൽ ഇരിക്കുന്നത്. എക്സ് ആണ് ഇസഡിന് അടുത്ത് ഇരിക്കുന്നത്. അങ്ങേയറ്റം ഇടതുവശത്ത് ഇരിക്കുന്ന പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. ക്യു ആറിന് അടുത്തിരിക്കുന്നു. എക്സിനോട് ചേർന്നിരിക്കുന്നത് ആരൊക്കെയാണ്? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോരുത്തരുടെയും സീറ്റിംഗ് പൊസിഷൻ വെച്ച് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ഇരുത്താം. നോക്കുക, Y ആണ് എക്സിനും ആറിനും ഇടയിൽ ഇരിക്കുന്നത്. അപ്പോൾ എക്സിനും ആറിനും ഇടയിൽ Y ഉണ്ട്. എക്സ് ആണ് ഇസഡിന് അടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ഒരു വശത്ത് Y ഉണ്ട്. അപ്പോൾ ഇസഡ് ഇങ്ങനെ സൈഡിലായിരിക്കും. അങ്ങേയറ്റം ഇടതുവശത്തിരിക്കുന്ന പിയുടെ അടുത്ത് ഇസഡ് ഇരിക്കുന്നു. അപ്പോൾ ഏറ്റവും ലെഫ്റ്റിൽ പി ഉണ്ട്. ആ പിയുടെ അടുത്ത് ഇസഡ് വരുന്നു. അല്ലെങ്കിൽ ഇസഡിൻ്റെ ഒരു വശത്തായിരിക്കും പി വരിക. ഇനി ക്യു ആറിന് അടുത്തിരിക്കുന്നു. അപ്പോൾ ആറിൻ്റെ ഒരു വശത്ത് Y ഉണ്ട്. അപ്പോൾ മറു സൈഡ് നമുക്ക് ക്യൂവിനെ ഇരുത്താം. അപ്പോൾ ഈ ക്രമത്തിനായിരിക്കും അവർ ജയിക്കുക. എക്സിനോട് ചേർന്നിരിക്കുന്ന ആരൊക്കെയാണ്? എക്സിനോട് ചേർന്നിരിക്കുന്ന ആരൊക്കെയാണ്? ഇസഡും വൈയും ആണ്. അപ്പോൾ ഇസഡും വൈയും ആണ് കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി. 7 അംഗങ്ങളാണ് ഒരു കുടുംബത്തിൽ താമസിക്കുന്നത്. പിയുടെ മകളാണ് ക്യു. ആറിൻ്റെ സഹോദരനാണ് ബി. എയുടെ അമ്മായിയമ്മയാണ് ജി. എയുമായി ബി വിവാഹിതനാണ്. ക്യൂവിൻ്റെ അമ്മാവനാണ് ബി. ഡി ആണ് ബിയുടെ പിതാവ്. ബിക്ക് പിയുമായുള്ള ബന്ധം എന്ത്? ഇവിടെ 7 അംഗങ്ങളുടെ പരസ്പര ബന്ധങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ബിക്ക് പിയുമായുള്ള ബന്ധം, അല്ലെ ബിയും പിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചാൽ മതി. നോക്കുക, പിയുടെ മകളാണ് ക്യു. പിയുടെ മകളാണ് ക്യു. ഇനി നമുക്ക് വേറെ ഒത്തിരി ബന്ധങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രസക്തമായത് മാത്രം എടുക്കാം. ഇനി ഇവിടെ നോക്കുക, ക്യൂവിൻ്റെ അമ്മാവനാണ് ബി എന്ന് പറയുന്നുണ്ട്. ഈ ക്യൂവിൻ്റെ
അമ്മാവനാണ് ബി. അമ്മാവൻ. അപ്പോൾ ക്യൂവിൻ്റെ അമ്മാവനാണ് ബി എങ്കിൽ ക്യൂവിൻ്റെ അമ്മയുടെ ആങ്ങളയായിരിക്കും ബി. ക്യൂവിൻ്റെ അമ്മയുടെ ആങ്ങളയായിരിക്കും ബി. ഇനി ക്യൂവിൻ്റെ അമ്മ പി ആണെന്ന് ഈ ക്വസ്റ്റ്യനിൽ എങ്ങും പറയുന്നില്ല. പി ആണോ പെണ്ണോ എന്ന് പോലും ഇവിടെ പറയുന്നില്ല. അപ്പോൾ രണ്ട് കേസ് വരാം. ഒന്നുകിൽ പി ക്യൂവിൻ്റെ അമ്മയാകാം. ആ അമ്മയാണെങ്കിൽ ആ അമ്മയുടെ നേരെ സഹോദരനായിരിക്കും ബി. ഇനി പി ക്യൂവിൻ്റെ അച്ഛനാണെങ്കിൽ ആ അച്ഛൻ്റെ ഭാര്യ സഹോദരനായിരിക്കും ബി. പക്ഷെ പി ക്യൂവിൻ്റെ അച്ഛനാകാൻ സാധ്യതയില്ല. കാരണം പി ക്യൂവിൻ്റെ അച്ഛനായാൽ ആ അച്ഛൻ്റെ ഭാര്യ, അതായത് ക്യൂവിൻ്റെ അമ്മയായിട്ട് ഒരാളും കൂടെ ഈ കുടുംബത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നു. പക്ഷെ കുടുംബത്തിൽ 7 അംഗങ്ങളേ ഉള്ളൂ. ആ 7 പേരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പി ക്യൂവിൻ്റെ അച്ഛനാകാൻ വഴിയില്ല. നമുക്ക് പി ക്യൂവിൻ്റെ അമ്മയാണെന്ന് തന്നെ കരുതാം. പി ക്യൂവിൻ്റെ അമ്മയാണെങ്കിൽ ആ അമ്മയുടെ നേരെ സഹോദരനായിരിക്കും ബി. അപ്പോൾ പിയും ബിയും തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധമാണ്. ശരിയുത്തരം ഓപ്ഷൻ എ. 10.5% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുകയ്ക്ക് 2 വർഷം കൊണ്ട് ലഭിക്കുന്ന അതേ പലിശ തന്നെ വാർഷിക കൂട്ടുപലിശ രീതിയിലും 2 വർഷം കൊണ്ട് ലഭിക്കുമെങ്കിൽ കൂട്ടുപലിശയുടെ നിരക്കെത്ര? ഇവിടെ ഒരു തുക 10.5% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. 2 വർഷം കൊണ്ട് ഈ സാധാരണ പലിശ നിരക്കിൽ ലഭിക്കുന്ന അതേ പലിശ തന്നെ നമുക്ക് കൂട്ടുപലിശ രീതിയിലും 2 വർഷം കൊണ്ട് ലഭിക്കുമെങ്കിൽ കൂട്ടുപലിശയുടെ പലിശ നിരക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു തുടങ്ങാം. സാധാരണ പലിശ രീതിയിൽ 2 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന തുക എത്രയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മുതൽ ഇവിടെ എത്രയെന്ന് അറിയത്തില്ല, നമുക്ക് പി എന്നെടുക്കാം. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഈ മുതലും ആ മുതലിൻ്റെ 2 വർഷത്തെ പലിശയും കിട്ടും. അപ്പോൾ പിയുടെ ആദ്യ വർഷത്തെ പലിശ എത്രയാണ്? പിയുടെ 10.5%. അതാണ് ആദ്യ വർഷത്തെ പലിശ. അതായത് പി ഗുണം 100ൽ 10. ഇതാണ് ആദ്യ വർഷത്തെ പലിശ. ഇനി സാധാരണ പലിശ ആയതുകൊണ്ട് 2-ാം വർഷവും ഇതേ തുക തന്നെയാണ് പലിശയായി കിട്ടുക. അതായത് പി ഗുണം 100ൽ 10 തന്നെ. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ തിരികെ കിട്ടുന്ന തുക എന്ന് പറയുന്നത് പി പ്ലസ് പി ഗുണം 100ൽ 10 അധികം പി ഗുണം 100ൽ 10. ഇത്രയും തുകയായിരിക്കും 2 വർഷം കഴിയുമ്പോൾ സാധാരണ പലിശ രീതിയിൽ തിരികെ കിട്ടുക. ഇനി കൂട്ടുപലിശ രീതിയിലാണെങ്കിലോ? കൂട്ടുപലിശ രീതിയിലാണെങ്കിൽ കിട്ടുക, കൂട്ടുപലിശ കണക്കാക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. പി ഇൻറ്റു 1 + r/100 ദി ഹോൾ റൈസ് ടു n. അപ്പോൾ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് വേണം ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ കൂട്ടുപലിശ രീതിയിലാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് പി ഗുണം 1 + പലിശ നിരക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ആറിന് തന്നെ കൊടുക്കാം. r/100 ദി ഹോൾ റൈസ് ടു n-ൻ്റെ സ്ഥാനത്ത് 2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. ഇനി നമുക്ക് ഇടതുവശവും സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എല്ലാ ടൈമിലും പി ഉണ്ട്. അപ്പോൾ പി ഇൻറ്റു 1 + പി കോമൺ എടുക്കുന്നു. പി ഇൻറ്റു 1 + ഇവിടുന്ന് പി കോമൺ എടുത്താൽ 100ൽ 10, 100ൽ 10.5 അധികം 100ൽ 10.5. നോക്കുക, സാധാരണ പലിശയും കൂട്ടുപലിശ രീതിയിലും നിക്ഷേപിക്കുമ്പോൾ തുല്യ തുകയാണ് തിരിച്ചു കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ നമുക്ക് പി ഇൻറ്റു 1 + 100ൽ 10 അധികം 100ൽ 10 സമം പി ഇൻറ്റു 1 + 100ൽ r ദി ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം. 2 വശത്തും പി ഉണ്ട്. അത് നമുക്ക് പി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതിയല്ലോ. 1 + നോക്കുക, ഈ 2 സംഖ്യകളുടെയും, രണ്ടും ഭിന്നസംഖ്യകളാണ്, അവയുടെ ഛേദം 100 അപ്പോൾ അംശങ്ങൾ കൂട്ടിയെടുക്കാം. 10യും 10യും കൂടെ കൂട്ടിയാൽ 21. അപ്പോൾ 21/100 എന്ന് വരും. 1 + 100ൽ 21 സമം വലതുവശമോ 1 + 100ൽ r ദി ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. നോക്കുക, 1ഉം 100ൽ 21 കൂടെ കൂട്ടാൻ ഈ 1 കൊണ്ട് 100നെ ഗുണിക്കുക. 100 100, അതിനോട് 21 കൂട്ടുക, 121. 121 അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് 100 തന്നെ. 100ൽ 121 സമം 1 + r/100 ദി ഹോൾ സ്ക്വയർ. നമുക്ക് ആറിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ സ്ക്വയറിനെ ഒഴിവാക്കണം. അതിനായിട്ട് 2 വശവും സ്ക്വയർ റൂട്ട് എടുക്കുക. ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇത് √100ൽ 121 വരും സമം. ഇവിടെയോ, ഇവിടെ സ്ക്വയർ അങ്ങ് ഒഴിവായി പോകും. 1 + 100ൽ 6 എന്ന് കിട്ടും. 100ൽ 121ൻ്റെ വാല്യൂ എത്രയാണ്? അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അംശവും ഛേദവും സ്ക്വയേഴ്സാണ്. 121ൻ്റെ സ്ക്വയർ റൂട്ട് 11, 100ൻ്റെ സ്ക്വയർ റൂട്ട് 10. അപ്പോൾ ഇത് 10ൽ 11 ആവും. 10ൽ 11 സമം 1 + 100ൽ
6 എന്ന് വരും. നമുക്കിതൊന്ന് തിരിച്ചെഴുതാം. അതായത് 1 പ്ലസ് 100-ൽ 6 സമം 10-ൽ 11 എന്നാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒന്നിനെ കൂടെ വലതുവശത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 100-ൽ 6 അല്ലെ 6/100 സമം 10-ൽ 11 മൈനസ് 1 എന്ന് വരും. നമുക്ക് കുറയ്ക്കാം. കുറയ്ക്കുന്നതിനായിട്ട് ഈ 10 കൊണ്ട് ഇതിനെ ഗുണിക്കണം. 10 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ 10 ഒരു 10 10. അപ്പോൾ 11 മൈനസ് 10/10 എന്ന് വരും. അതായത് 100-ൽ 6 സമം 10 നിന്ന് 10 കുറച്ചാൽ 1 തന്നെ. അപ്പോൾ 1/10 എന്നാവും. അപ്പോൾ 6 എത്ര വരും? ഈ 100 കൂടെ വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ 100/10 10. അപ്പോൾ കൂട്ടുപലിശ നിരക്ക് 10%. ശരി ഉത്തരം ഓപ്ഷൻ ബി. 6 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 2 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും 20 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും. എങ്കിൽ 10 പുരുഷന്മാർക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയും? നോക്കുക, ഇവിടെ 6 പുരുഷന്മാർക്ക് 7 സ്ത്രീകൾക്കും 12 ദിവസം കൊണ്ടൊരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. പുരുഷന്മാരെ എം കൊണ്ടും സ്ത്രീകളെ എഫ് കൊണ്ടും സൂചിപ്പിക്കാം. മെയിലും ഫീമെയിലും. 6m + 7f അവർക്ക് ജോലി പൂർത്തിയാക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം 12. ഇനി 2 പുരുഷന്മാർക്കും 5 സ്ത്രീകൾക്കും ഇതേ ജോലി പൂർത്തിയാക്കാൻ 20 ദിവസം വേണം. അങ്ങനെയെങ്കിൽ 10 പുരുഷന്മാർക്ക് ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആദ്യ 2 കേസിലും പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവിൽ വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നോക്കുക, 6 പുരുഷന്മാരും 7 സ്ത്രീകളും 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയും 2 പുരുഷന്മാരും 5 സ്ത്രീകളും 20 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയും തുല്യമാണ്. അപ്പോൾ അത് നമുക്ക് 6 പുരുഷന്മാരും 7 സ്ത്രീകളും 12 ദിവസം ചെയ്യുന്ന ജോലിയെ നമുക്ക് 6m + 7f × 12 എന്ന് എഴുതാം. അതുപോലെ 2 പുരുഷന്മാരും 5 സ്ത്രീകളും 20 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയെ 2m + 5f × 20 എന്ന് എഴുതാം. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ഇനി ഇത് സോൾവ് ചെയ്ത് എമ്മും എഫും തമ്മിലുള്ള ബന്ധം നോക്കാം. നോക്കുക, 12 കൊണ്ട് ഇതിലെ ഓരോന്നിനെയും ഗുണിക്കുന്നു. 12 6 72. 72m + 12 × 7 84. 84f സമം 20 കൊണ്ട് ഇവിടെ ഗുണിക്കുക. 22 40. 40m + 25 100. 100f എന്ന് വരും. നമുക്ക് എം ഇല്ല ഒരു സൈഡിലേക്കും എഫിൻ്റെ ടേം മറു സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ 40m ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ 72m - 40m എന്നാവും. സമം 84fനെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക. 100f - 84f. 72 40 കുറച്ചാൽ 32. അപ്പോൾ 32m സമം 100 നിന്ന് 84 കുറച്ചാൽ 16. 16f എന്ന് വരും. 32നെയും 16നെയും 16 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2 വശം 16 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 2m സമം 1f എന്ന് വരും. അതായത് ഒരു ഫീമെയിൽ 2 പുരുഷന്മാർക്ക് തുല്യമാണ്. ഒരു സ്ത്രീ ഒരു ദിവസം ചെയ്യുന്ന ജോലി 2 പുരുഷന്മാർ ഒരു ദിവസം ചെയ്യുന്ന ജോലിക്ക് തുല്യമാണെന്ന് അർത്ഥം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് 10 പുരുഷന്മാർ ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കുക. ഈ ജോലി തീർക്കാനായിട്ട് 6 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടി 12 ദിവസം ജോലി ചെയ്യണം. 6 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി ജോലി തീർക്കാൻ 12 ദിവസം വേണം. ഇനി ഒരു സ്ത്രീ ഒരു ദിവസം ചെയ്യുന്ന ജോലി 2 പുരുഷന്മാർ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണല്ലോ. അപ്പോൾ 7 സ്ത്രീകൾ ചെയ്യുന്ന ജോലി ചെയ്യണമെങ്കിൽ 7ൻ്റെ ഇരട്ടി 14 പുരുഷന്മാർ വേണം. അപ്പോൾ 7 സ്ത്രീകളെ നമുക്ക് 14 പുരുഷന്മാർ എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 6m + 14m. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ജോലി തീർക്കാൻ 12 ദിവസം വേണം. നോക്കുക, 14 6 കൂടെ കൂട്ടി 20. അതായത് 20 പുരുഷന്മാർക്ക് ഈ ജോലി തീർക്കാൻ 12 ദിവസം വേണം. അപ്പോൾ 10 പുരുഷന്മാർക്ക് ജോലി തീർക്കാനോ? ആളുകളുടെ എണ്ണം കുറയുമ്പോൾ ദിവസങ്ങളുടെ എണ്ണം, അവർക്ക് ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം കൂട്ടണം. ഇവിടെ ആളുകളുടെ എണ്ണം പകുതിയായി. 20 പേർക്ക് 12 ദിവസം. അപ്പോൾ 10 പേരാണെങ്കിൽ 12ൻ്റെ ഇരട്ടിയാക്കണം. 12ൻ്റെ ഇരട്ടി 24 ദിവസം വേണ്ടി വരും. അപ്പോൾ 10 പുരുഷന്മാർക്ക് ജോലി തീർക്കാൻ 24 ദിവസം വേണം. ശരി ഉത്തരം ഓപ്ഷൻ സി. പി, ക്യു, ആർ, എസ് എന്നിവർ ഒരേ ബിന്ദുവിൽ നിന്ന് ഒരു വൃത്താകൃതിയിലുള്ള പാതയിൽ
ഒരേ ദിശയിൽ 1 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു പൂന്തോട്ടത്തിന് ചുറ്റും നടക്കാൻ ആരംഭിക്കുന്നു. പി മണിക്കൂറിൽ 5 കിലോമീറ്ററും ക്യൂ മണിക്കൂറിൽ 4 കിലോമീറ്ററും ആർ മണിക്കൂറിൽ 7 കിലോമീറ്ററും എസ് മണിക്കൂറിൽ 11 കിലോമീറ്ററും നടക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 പേരും വീണ്ടും കണ്ടുമുട്ടാൻ എത്ര സമയമെടുക്കും? ഇവിടെ പി, ക്യു, ആർ, എസ് എന്നിങ്ങനെ 4 പേർ ഒരു വൃത്താകൃതിയിലുള്ള പൂന്തോട്ടത്തിന് ചുറ്റും നടക്കുന്നു. ഈ പൂന്തോട്ടത്തിന് 1 കിലോമീറ്റർ ചുറ്റളവാണുള്ളത്. ഇവർ ഒരേ സമയം ഒരേ പോയിന്റിൽ നിന്ന് ഒരേ ദിശയിൽ സഞ്ചരിക്കാൻ ആരംഭിച്ചാൽ ഇവർ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുമിച്ചെത്താനായിട്ട് എത്ര സമയമെടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവർ നടക്കുന്ന വേഗത വ്യത്യസ്തമാണ്. അപ്പോൾ ഇവർ 4 പേരും ഒരുമിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും കണ്ടുമുട്ടാൻ എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കുറഞ്ഞ സമയം 1 മണിക്കൂറാണ്. അപ്പോൾ ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ ഓരോരുത്തരുടെയും പൊസിഷൻ എവിടെയാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. നോക്കുക, പി മണിക്കൂറിൽ 5 കിലോമീറ്റർ നടക്കും. ഈ പൂന്തോട്ടത്തിന് 1 കിലോമീറ്റർ ചുറ്റളവാണുള്ളത്. അപ്പോൾ 1 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. അപ്പോൾ മണിക്കൂറിൽ 5 കിലോമീറ്റർ നടക്കുമെങ്കിൽ ഈ 1 മണിക്കൂർ കൊണ്ട് ഈ പൂന്തോട്ടത്തിനെ 5 വലം വെച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. അതായത് പി 1 മണിക്കൂർ കൊണ്ട് ഈ പൂന്തോട്ടത്തിന് 5 റൗണ്ട് വെച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ക്യൂ മണിക്കൂറിൽ 4 കിലോമീറ്ററാണ് നടക്കുന്നത്. അപ്പോൾ ക്യൂ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ പൂന്തോട്ടത്തിനെ 4 റൗണ്ട് വലം വെച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലായിരിക്കും. അതുപോലെ 6 മണിക്കൂറിൽ 7 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ 6 ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ പൂന്തോട്ടത്തിന് 7 റൗണ്ട് വലം വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തിയിരിക്കും. എസ് മണിക്കൂറിൽ 11 കിലോമീറ്റർ നടക്കുന്നു. അപ്പോൾ പൂന്തോട്ടത്തിൻ്റെ ചുറ്റളവ് 1 കിലോമീറ്റർ ആയതുകൊണ്ട് ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ എസ് പൂന്തോട്ടത്തിന് 11 റൗണ്ട് വലം വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ 4 പേരും 1 മണിക്കൂർ കഴിയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഉണ്ടാവും. കാരണം ഇവർ വ്യത്യസ്ത വേഗതകളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവർ ഈ പൂന്തോട്ടത്തിനെ വെച്ചിരിക്കുന്ന റൗണ്ടുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. പക്ഷേ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ 4 പേരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ 4 പേരും ഒരുമിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും കണ്ടുമുട്ടാൻ 1 മണിക്കൂർ സമയം മതി. ശരിയുത്തരം ഓപ്ഷൻ സി. നെഗറ്റീവ് 343/2 എന്നതിൻ്റെ മൂല്യം എത്ര? നമുക്കിവിടെ നെഗറ്റീവ് 343 മൂല്യം കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം. നോക്കുക, ഇവിടെ പവർ ഒരു ഭിന്നസംഖ്യയാണ്. അതിൻ്റെ ഛേദത്തിൽ 3 ഉണ്ട്. ഈ ഛേദത്തിൽ 3 വരുന്നത് ക്യൂബ് റൂട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ 343 ഏതെങ്കിലും സംഖ്യയുടെ ക്യൂബാണോ എന്ന് നോക്കുക. ഓർക്കുക, 7 ക്യൂബ് അഥവാ 7 × 7 × 7 7 3 തവണ ഗുണിച്ചു കഴിഞ്ഞാൽ 343 കിട്ടുക. അപ്പോൾ 7 ക്യൂബാണ് 343. ഇനി ഇവിടെ നെഗറ്റീവ് വന്നിരിക്കുന്നതോ? അപ്പോൾ നെഗറ്റീവ് 7ൻ്റെ ക്യൂബ് നോക്കുക. നെഗറ്റീവ് 7ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 7 3 തവണ ഗുണിക്കണം. നോക്കുക, 7 3 തവണ ഗുണിച്ചാൽ 343 കിട്ടും. ഇനി നെഗറ്റീവ് 3 എണ്ണവും നെഗറ്റീവ് സംഖ്യകളാണ്. 2 നെഗറ്റീവ് സംഖ്യ തമ്മിൽ ഗുണിക്കുമ്പോൾ പോസിറ്റീവ്, വീണ്ടും അതിനെ 1 തവണ കൂടി നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം നെഗറ്റീവ് ആവും. അതായത് നെഗറ്റീവ് 7ൻ്റെ ക്യൂബാണ് നെഗറ്റീവ് 343. അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് 343 പകരം നെഗറ്റീവ് 7 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ ഇത് നെഗറ്റീവ് 7 ക്യൂബ് (3/2) എന്നാവും. ഇനി നമുക്കൊരു കൃത്യങ്ക നിയമം ഉപയോഗിക്കണം. അതായത് a⁻m (n) = a⁻m × n ആണ്. അപ്പോൾ ഈ നിയമം ഉപയോഗിക്കുമ്പോൾ ഇത് നെഗറ്റീവ് 7 (3 × 3/2) എന്ന് വരും. പവറുകൾ തമ്മിൽ ഗുണിച്ചാൽ മതി. ഈ 3 ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നെഗറ്റീവ് 7ൻ്റെ സ്ക്വയർ ആവും. നെഗറ്റീവ് 7ൻ്റെ സ്ക്വയർ. 7ൻ്റെ സ്ക്വയർ 49 ആണ്. നെഗറ്റീവ് 7ൻ്റെയും സ്ക്വയർ 49 തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 49. ശരി ഉത്തരം ഓപ്ഷൻ എ. പ്രോബ്ലം ഹൈപ്പോത്തസിസ് ഡാഷ് പ്രോഗ്നോസിസ്. പ്രശ്നം അനുമാനം ഡാഷ് പ്രവചനം. ഉചിതമായ ഓപ്ഷൻ ഉപയോഗിച്ച് പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും മലയാളം വേർഷനും നൽകിയിട്ടുണ്ട്. പ്രോബ്ലം ഹൈപ്പോത്തസിസ് ഡാഷ് പ്രോഗ്നോസിസ്. ഈ പ്രോഗ്നോസിസ് എന്നാൽ ഒരു അവസ്ഥ മെച്ചപ്പെടുമോ അഥവാ മോശമാകുമോ എന്നുള്ള ഒരു പ്രവചനമാണ്. അതുകൊണ്ട് ഈ പ്രോഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് അവസ്ഥയാണ്. ശരിയുത്തരം ഓപ്ഷൻ എ.
ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു പരീക്ഷയിൽ 40% മാർക്ക് നേടിയിരിക്കണം. അവൻ 320 മാർക്ക് വാങ്ങി 80 മാർക്കിന് തോറ്റു. എന്നാൽ പരമാവധി മാർക്ക് എത്ര? ഇവിടെ ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു പരീക്ഷയിൽ 40% മാർക്ക് നേടിയിരിക്കണം. കുറഞ്ഞത് 40% മാർക്ക് വാങ്ങണം. 320 മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥി 80 മാർക്കിനാണ് തോറ്റത്. അപ്പോൾ 320 വാങ്ങി 80 മാർക്കിന് തോറ്റു. അപ്പോൾ ജയിക്കാൻ വേണ്ട കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് 320 + 80 = 400 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു 40% മാർക്ക് നേടിയാൽ ജയിക്കും എന്ന്. അതുപോലെ ജയിക്കാൻ വേണ്ട കുറഞ്ഞ മാർക്ക് 400-മാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ ആകെ മാർക്കിൻ്റെ 40% എന്ന് പറയുന്നതാണ് ഈ 400. നമുക്ക് മുഴുവൻ മാർക്ക് കണ്ടുപിടിക്കണം. അവർക്ക് 40% 400 ആണെങ്കിൽ 10% നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാം. കാരണം 40നെ 4 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. അപ്പോൾ 10% എത്രയെന്ന് കണ്ടുപിടിക്കാൻ, ആകെ മാർക്കിൻ്റെ 10% എത്രയെന്ന് കാണാൻ 400നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി, അതായത് 100. ഇനി ആകെ മാർക്കിൻ്റെ 10% 100ആണ്. 10% എന്ന് പറഞ്ഞാൽ 10-ലൊരു ഭാഗം. അപ്പോൾ ആകെ മാർക്ക് കണ്ടുപിടിക്കാൻ ഈ 100ന്റെ 10 ഇരട്ടി കണ്ടാൽ മതി. 100ന്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1000. അവർക്ക് ആകെ മാർക്കിൻ്റെ 10-ലൊരു ഭാഗമാണ് 100. അപ്പോൾ ആകെ മാർക്ക് എന്ന് പറയുന്നത് 100ന്റെ 10 ഇരട്ടി, അതായത് 1000. ശരി ഉത്തരം ഓപ്ഷൻ ബി. അരുൺ ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്ററും കാറിൽ 7 കിലോമീറ്റർ 265 മീറ്ററും ബാക്കി 1 കിലോമീറ്റർ 30 മീറ്ററും നടന്നു. അവൻ ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു? ഇവിടെ അരുൺ എന്ന വ്യക്തി ബസ്സിൽ 25 കിലോമീറ്റർ 50 മീറ്റർ സഞ്ചരിച്ചു. കാറിൽ 7 കിലോമീറ്റർ 265 മീറ്റർ സഞ്ചരിച്ചു. ബാക്കി 1 കിലോമീറ്റർ 30 മീറ്റർ ഇയാൾ നടക്കുകയും ചെയ്തു. അപ്പോൾ ഇയാൾ ആകെ സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഈ കിലോമീറ്ററുകളൊക്കെ ഒന്ന് കൂട്ടാം. അപ്പോൾ 7 1 8, 8 5 13 3, ഇഷ്ടം 1 2 1 3, 33 കിലോമീറ്റർ. ഇനി മീറ്ററുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നോക്കുക, 5 6 3 9 5 14 4, ശിഷ്ടം 1 2 1 3. അപ്പോൾ 33 കിലോമീറ്റർ 345 മീറ്ററാണ് അയാൾ സഞ്ചരിച്ചത്. ഇനി അയാൾ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 345 മീറ്ററിനെ കൂടെ കിലോമീറ്ററിലാക്കണം. അതിനായിട്ട് 1000 കൊണ്ട്, മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇതിനെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 0.345 കിലോമീറ്റർ എന്ന് വരും. അപ്പോൾ 33 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ 33.345 കിലോമീറ്റർ ദൂരമാണ് അയാൾ സഞ്ചരിച്ചത്. ശരി ഉത്തരം ഓപ്ഷൻ എ. റൈഡ് എന്നത് 36ആയും ഡെസ്ക് എന്നത് 39ആയും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്കിൻ്റെ കോഡ് എന്തായിരിക്കും? ഇവിടെ റൈഡിൻ്റെ കോഡ് 36ആണ്. ഡെസ്കിൻ്റെ കോഡ് 39ആണ്. നമുക്ക് റിസ്കിൻ്റെ കോഡ് കണ്ടുപിടിക്കണം. നോക്കുക, റൈഡിൻ്റെ കോഡ് 36 വന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ ഓരോ അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവയുടെ ക്രമനമ്പറാണ് അതിൻ്റെ കോഡായിട്ട് നൽകിയിരിക്കുന്നത്. ആ കോഡുകളുടെ എല്ലാം കൂടെ തുകയാണ് 36. നോക്കുക, R എന്ന് പറയുന്നത് 18ാമത്തെ അക്ഷരമാണ്, I 9ാമത്തെ അക്ഷരം, D 4ാമത്തെ അക്ഷരവും, E 5ാമത്തെ അക്ഷരവും. ഈ 4 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നോക്കുക, 5 4 9, 9 9 18, 18ഉം 18ഉം കൂടെ കൂട്ടുമ്പോൾ 36 കിട്ടും. ഈ തുക കിട്ടും, 36 കിട്ടും. അതുപോലെ ഡെസ്കിൻ്റെ കോഡ് വന്നത് നോക്കുക, D 4ാമത്തെ അക്ഷരം, E 5ാമത്തെ അക്ഷരം, S 19ാമത്തെ അക്ഷരവും, K 11ാമത്തെ അക്ഷരവുമാണ്. അപ്പോൾ 11ഉം 19ഉം കൂടെ കൂട്ടുമ്പോൾ 30ആയി. 30 5 35, 4 39, അങ്ങനെ 39 വന്നു. അപ്പോൾ റിസ്കിൻ്റെ കോഡ് കിട്ടാനായിട്ട് ഈ അക്ഷരങ്ങളുടെ ക്രമനമ്പർ എഴുതി അവയുടെ തുക കാണാം. R 18ാമത്തെ അക്ഷരമാണ്, I 9ാമത്തെ അക്ഷരം, S 19ാമത്തെ അക്ഷരവും, K 11ാമത്തെ അക്ഷരവും. 11ഉം 19ഉം കൂടെ കൂട്ടുമ്പോൾ 30ആയി. 30ഉം 9ഉം 39ഉം 18ഉം കൂടെ കൂട്ടുക. 39 8 47ഉം 10 57 വരും. അപ്പോൾ റിസ്കിൻ്റെ കോഡ് 57 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, ഡേവിസ് കപ്പ്. അപ്പോൾ ഇവിടെ 4 ടെന്നീസ് മത്സരങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഒറ്റയാനെ കണ്ടെത്തണം. വേറിട്ട് നിൽക്കുന്നത് ഏതെന്ന് കണ്ടെത്തണം. അവർക്ക് 4 ടെന്നീസ് മത്സരങ്ങളാണ്.
എന്നാൽ ഇതിലെ ആദ്യത്തെ 3 ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളാണ്. ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ ഇവ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളാണ്. ഡേവിസ് കപ്പ് അക്കൂട്ടത്തിൽ പെടുന്നില്ല. അതുകൊണ്ട് വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ഡേവിസ് കപ്പാണ്. സീത 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിന്റെ 4/1 ഭാഗം വായിച്ചു തീർത്തു. 2 5/1 മണിക്കൂറിനുള്ളിൽ പുസ്തകത്തിന്റെ എത്ര ഭാഗം വായിക്കും? ഇവിടെ സീത 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിന്റെ 4/1 ഭാഗം വായിച്ചു തീർത്തു. അപ്പോൾ 2 5/1 മണിക്കൂർ കൊണ്ട് ഈ പുസ്തകത്തിന്റെ എത്ര ഭാഗം വായിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 മണിക്കൂറിൽ 4/1 ഭാഗമാണ് വായിക്കുന്നത്. അപ്പോൾ 2 5/1 മണിക്കൂറിൽ പുസ്തകത്തിന്റെ എത്ര ഭാഗം വായിക്കും എന്ന് കണ്ടുപിടിക്കാൻ ഈ 2 5/1 കൊണ്ട് 4/1 ഗുണിച്ചാൽ മതി. അപ്പോൾ 2 5/1 ഗുണം 4/1 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ മിശ്രഭിന്ന രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് രൂപമാറ്റം വരുത്താൻ നമുക്ക്. അതിനായിട്ട് ഈ 2 കൊണ്ട് 5 ഗുണിക്കുക. 2 5 10, 10 1 11. 11 അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് 5 തന്നെ. അപ്പോൾ 5ൽ 11 വരും. അതിനെ 4/1 കൊണ്ട് ഗുണിക്കുക. സമം എത്ര വരും? അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായിട്ട് എഴുതുക. 11 1 11, 5 4 20. അപ്പോൾ 20ൽ 11 ഭാഗം വായിച്ചിരിക്കും. അപ്പോൾ ഉത്തരമായി വരേണ്ടത് 20ൽ 11. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 2025 കലണ്ടർ ഡാഷ് വർഷത്തിന് സമാനമായിരിക്കും. ഇവിടെ 2025 കലണ്ടർ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് വർഷത്തിലെ കലണ്ടറിന് സമാനമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗമുണ്ട്. 2025 4 കൊണ്ട് ഹരിക്കുക. 2025 4 കൊണ്ട് ഹരിച്ചാൽ 20ൽ 5 തവണയാണ് 4 ഉള്ളത്. 5 4 20. 2 ഇറക്കി എഴുതുന്നു. 2ൽ 4 അടങ്ങില്ല കൊണ്ട് 0 കൊടുക്കുക. 5 ഇറക്കി എഴുതുക. 25ൽ 6 തവണ 6 4 24. കുറയ്ക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടും. നമുക്ക് ഈ ശിഷ്ടമാണ് വേണ്ടത്. ശിഷ്ടം 1 വന്നതുകൊണ്ട് ഈ 2025 ശേഷം 6ാം വർഷം കലണ്ടർ ആവർത്തിക്കും. 2025 ശേഷമുള്ള 6ാമത്തെ വർഷം കലണ്ടർ ആവർത്തിച്ചു വരും. ശിഷ്ടം 1 വന്നതുകൊണ്ട്. അപ്പോൾ 2025 6 കൂട്ടിക്കഴിഞ്ഞാൽ 2031. അപ്പോൾ 2031ൽ 2025 സമാനമായ കലണ്ടർ ആയിരിക്കും വരിക. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ സമാന്തര ശ്രേണിയുടെ 18ാം പദം ഡാഷ് ആയിരിക്കും. ഇവിടെ ഒരു സമാന്തര പ്രോഗ്രഷന്റെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെന്ന് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രോഗ്രഷന്റെ 18ാം പദം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഒരു സമാന്തര പ്രോഗ്രഷന്റെ n-ാം പദം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അതായത് an സമം a1 പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ a1 ആദ്യ പദവും d പൊതുവ്യത്യാസവും. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് 7ാം പദവും 11ാം പദവും നമുക്ക് കണ്ടുപിടിക്കേണ്ട 18ാം പദവും എഴുതാം. അപ്പോൾ 7ാം പദം a7 സമം a1 പ്ലസ് n-ന് പകരം 7 കൊടുക്കണം. അപ്പോൾ 7 - 1 6. a1 പ്ലസ് 6d എന്ന് വരും. അതുപോലെ a11 11ാം പദം a1 പ്ലസ് n-ന് 11 എന്ന് കൊടുക്കുമ്പോൾ 11 - 1 വരും. അതായത് 10 10d. അതുപോലെ 18ാം പദം എന്ന് പറയുന്നത് a1 പ്ലസ് 17dയും ആയിരിക്കും. ഇനി ഇതിലെ ആദ്യ 2 പദങ്ങൾ a7ഉം a11ഉം, അതായത് 7ാം പദവും 11ാം പദവും തമ്മിലൊരു ബന്ധം നൽകിയിട്ടുണ്ട്. 7ാം പദത്തിന്റെ 7 മടങ്ങും 11ാം പദത്തിന്റെ 11 മടങ്ങും തുല്യമാണെന്ന്. അതായത് 7 a7 എന്ന് പറയുന്നത് 11 a11ന് തുല്യമാണ്. ഇതിൻ്റെ 2 പദങ്ങൾക്കും പകരമായിട്ട് നമുക്ക് ഇവയുടെ വലതുവശങ്ങൾ എഴുതാം. ഈ വലതുവശങ്ങൾ എഴുതി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇതിലേക്ക് എത്താം. അപ്പോൾ 7 ഇൻറ്റു a7ന് പകരം a1 പ്ലസ് 6d കൊടുക്കുക. a1 പ്ലസ് 6d സമം 11 ഇൻറ്റു a11ന് പകരം a1 പ്ലസ് 10d കൊടുക്കുക. a1 പ്ലസ് 10d. നമുക്ക് 2 വശവും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 7 a1 പ്ലസ് 7 6 42d സമം 11 a1 പ്ലസ് 110d എന്ന് വരും. നമുക്ക് ഡിയുടെ ടേം ഒരു വശത്തേക്കും a1ൻ്റെ ടേം മറുവശത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ a1നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 7 a1 മൈനസ് 11 a1 സമം 110d മൈനസ് 42d എന്ന് വരും. 7 a1 നിന്ന് 11 a1 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് 4 a1 കിട്ടും. മൈനസ് 4 a1 സമം 110 നിന്ന് 42 കുറച്ച് കഴിഞ്ഞാൽ 68 വരും. അപ്പോൾ 68d എന്ന് കിട്ടും.
ഈ രണ്ട് വശവും 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് 4 കൊണ്ട് രണ്ട് വശവും ഹരിക്കാം. രണ്ട് വശവും ഹരിക്കുമ്പോൾ -a1 സമം 17d എന്ന് വരും. ഇനി ശ്രദ്ധിക്കുക, ഈ a1നെയും കൂടെ വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ ഇടതുവശം 0വും വലതുവശം a1 + 17d എന്നും ആവും. അതായത് a1 + 17d എന്ന് പറയുന്നത് 0ആണ്. അതായത് a1 + 17d ആണ് 18ാം പദം. അതായത് 18ാം പദം 0 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി. 10 സെന്റിമീറ്റർ വ്യാസമുള്ള ഈയത്തിന്റെ ഖരഗോളത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാൻ കഴിയും? 10 സെന്റിമീറ്റർ വ്യാസമുള്ള ഈയത്തിന്റെ ഖരഗോളത്തിൽ നിന്ന് 2 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര പന്തുകൾ നിർമ്മിക്കാൻ കഴിയും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗോളത്തിന്റെ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യണം. ഗോളത്തിന്റെ വ്യാപ്തം കാണുന്നതിനുള്ള ഇക്വേഷൻ ഓർക്കുക. v സമം 4/3 πr³ ആണ്. 4/3 πr³. അപ്പോൾ 10 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളത്തിന്റെ വ്യാപ്തം എത്രയെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നോക്കുക, 10 സെന്റിമീറ്റർ വ്യാസമെങ്കിൽ ആരം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ഇവിടെ 2 സെന്റിമീറ്റർ വ്യാസമെങ്കിൽ ആരം 1 സെന്റിമീറ്റർ ആയിരിക്കും. അക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ 10 സെന്റിമീറ്റർ വ്യാസമുള്ള ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 π, 6ന്റെ സ്ഥാനത്ത് 5 കൊടുക്കുക, 5³ π × 5³. അതുപോലെ 2 സെന്റിമീറ്റർ വ്യാസമുള്ള ഗോളത്തിന്റെ വ്യാപ്തമോ അത് 4/3 π, 6ന്റെ സ്ഥാനത്ത് 1³ π × 1³. ഇനി നമുക്ക് 2 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര ഗോളങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ 10 സെന്റിമീറ്റർ വ്യാസമുള്ള ആ ഗോളത്തിന്റെ വ്യാപ്തത്തിനെ ഈ ചെറിയ ഗോളത്തിന്റെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 4/3 π × 5³ 4/3 π 1³ കൊണ്ട്, 1³ 1 തന്നെയാണ്, അപ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ 4/3 π അംശത്തിലും ഛേദത്തിലും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പോയിട്ട് 5³/1 എന്ന് വരും. അതായത് 5³. 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 3 ആണ്. ആവർത്തിച്ച് ഗുണിച്ചാൽ കിട്ടുന്നത് 125. അപ്പോൾ 125 ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 4നും 5നും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിന്റെ സൂചികൾ ലംബകോണിൽ ഉണ്ടാവുക? ഇവിടെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഒരു ക്ലോക്കിന്റെ മണിക്കൂർ മിനിറ്റ് സൂചികൾ 90 ഡിഗ്രി കോണിൽ വരുന്ന സമയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാം. അപ്പോൾ റഫ് ഫിഗറിൽ ഇത് 12 മണി, നേരെ ഇത് 6 മണി, 3, 9. ഇതിനിടയ്ക്കുള്ള സമയം മണിക്കൂറുകൾ കൂടി അടയാളപ്പെടുത്താം. 1, 2, 4, 5, 7, 8 ഇത്രയും മതിയാവും. നമുക്ക് 4 മണിക്കും 5 മണിക്കും ഇടയിൽ സൂചികൾ ലംബകോണിലുണ്ടാകുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. തൽക്കാലം നമുക്ക് 4ന് നേരെ ഒരു സൂചിയെ വരയ്ക്കുക. അപ്പോൾ 90 ഡിഗ്രി കോണിൽ അടുത്ത സൂചി വരണമെങ്കിൽ ആ സൂചി ഏത് മണിക്കൂറിന് നേരെയാണെന്ന് നോക്കണം. ഏത് നമ്പറിന് നേരെ വരണം എന്നുള്ളതൊന്ന് ആലോചിക്കുക. നോക്കുക, ഈ 2 നമ്പേഴ്സിനിടയിലുള്ള കോൺ 30 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ 90 ഡിഗ്രി വരണമെങ്കിൽ ഒന്നുകിൽ രണ്ടാമത്തെ സൂചി 1ന് നേരെ വരണം, അല്ലെങ്കിൽ താഴോട്ട് 3 സംഖ്യ മാറിയാൽ 7ന് നേരെ വരണം. ഈ 2 പൊസിഷനിൽ വരുമ്പോൾ 90 ഡിഗ്രി ആവും. അപ്പോൾ നമുക്ക് 4 മണിക്ക് ശേഷം ക്ലോക്കിൻ്റെ സൂചികൾ 90 ഡിഗ്രി വരുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഈ 2 നമ്പേഴ്സ് വേണം, 1ഉം 7ഉം നമുക്ക് വേണം. അപ്പോൾ ആദ്യം 4 മണിക്ക് ശേഷം ആദ്യം ക്ലോക്കിൻ്റെ സൂചികൾ 90 ഡിഗ്രിയിൽ വരുന്ന സമയം കണ്ടുപിടിക്കാനായിട്ട് ഈ 1നെ 5ഉം 11/5 കൊണ്ട് ഗുണിക്കുക. 5ഉം 11/5, 1നെ 5ഉം 11/5 കൊണ്ട് ഗുണിച്ചാൽ 5ഉം 11/5 തന്നെ. അപ്പോൾ 5ഉം 11/5 മിനിറ്റിൽ സൂചികൾ 90 ഡിഗ്രിയിലെത്തും. 4 മണി 5ഉം 11/5 മിനിറ്റിൽ ആദ്യം സൂചികൾ 90 ഡിഗ്രിയിലെത്തും. ഇനി ഒരു പ്രാവശ്യം കൂടെ വരും. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 7 എടുക്കണം. അപ്പോൾ 7 കൊണ്ട് 5ഉം 11/5 മിനിറ്റിനെ ഗുണിക്കുക. 7 കൊണ്ട് 5ഉം 11/5 ഗുണിക്കണം. അപ്പോൾ ഇവിടെ 5ഉം 11/5 7 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 5ഉം 11/5 എന്ന് പറഞ്ഞാൽ 5 + 11/5 ആണ്. അതായത് 7 × 5 + 11/5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗുണിക്കുമ്പോൾ 7 5 35 പ്ലസ് ഇവിടെ 7 കൊണ്ട് 11/5 ഗുണിച്ചാൽ
35/11 വരും. നമുക്ക് ഈ 35/11 ഒന്ന് കാണണം. 35നെ 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 തവണ 3 11 33, കുറയ്ക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടും. അപ്പോൾ ഹരണഫലം 3 ആണ്. അത് നമുക്കിങ്ങനെ എഴുതാം. 35 പ്ലസ് ഇവിടെ 3 വന്നു. അപ്പോൾ 3ഉം ശിഷ്ടം 2 ഉള്ളതുകൊണ്ട് 3ഉം 11ൽ 2. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 35ഉം അതിൻ്റെ കൂടെ പൂർണ്ണസംഖ്യയായ 3ഉം കൂടെ കൂട്ടുന്നു. 38ഉം 11ൽ 2 എന്ന് വരും. അതായത് 4 മണിക്ക് ശേഷം 38ഉം 11ൽ 2 മിനിറ്റിൽ സൂചികൾ വീണ്ടും 90 ഡിഗ്രിയിലെത്തും. ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ 5ഉം 11ൽ 5 മിനിറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലില്ല. അതേസമയം 4 മണി 38 മിനിറ്റ് 38ഉം 11ൽ 2 മിനിറ്റ് നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. അതുകൊണ്ട് ശരിയുത്തരം ഓപ്ഷൻ ബി 4 മണി 38ഉം 11ൽ 2 മിനിറ്റ്. താഴെ പറയുന്ന ശ്രേണിയിലെ തെറ്റായ നമ്പർ കണ്ടെത്തുക. 3, 10, 31, 90, 283. അപ്പോൾ ഈ സീക്വൻസിലെ ഒരു നമ്പർ തെറ്റാണ്. ആ നമ്പർ ഏതെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം. 3, 10, 31 അങ്ങനെയാണ് പോകുന്നത്. ഈ ആദ്യത്തെ സംഖ്യയായ 3നെ 3 കൊണ്ട് ഗുണിച്ച് അതിനോട് 1 കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. ഓർക്കുക, 3നെ 3 കൊണ്ട് ഗുണിച്ച 9, അതിനോട് 1 കൂട്ടിയാൽ 10. ഇനി 10നെ 3 കൊണ്ട് ഗുണിച്ച് അതിനോട് 1 കൂട്ടിയാൽ 31ആയി. 10 3 30, അതിനോട് 1 കൂട്ടുമ്പോൾ 31. അപ്പോൾ അടുത്ത സംഖ്യ വരേണ്ടത് 31നെ 3 കൊണ്ട് ഗുണിച്ച് അതിനോട് 1 കൂട്ടിയതാണ്. നോക്കുക, 31 ഗുണം 3 അധികം 1 എത്രയെന്ന് വരും? 31നെ 3 കൊണ്ട് ഗുണിച്ചാൽ 93 വരും. 93നോട് 1 കൂട്ടിയാൽ 94 വരും. അപ്പോൾ 94 ഈ 90ന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തെറ്റായ സംഖ്യ 90 ആണ്. ശരിയുത്തരം ഓപ്ഷൻ സി. രാജുവും രാധയും ഒരേ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. രാജു 5 കിലോമീറ്റർ കിഴക്കോട്ടും പിന്നീട് 6 കിലോമീറ്റർ വടക്ക് കിഴക്കും സഞ്ചരിച്ചു. രാധ 4 കിലോമീറ്റർ തെക്കും പിന്നീട് 4 കിലോമീറ്റർ തെക്ക് കിഴക്കും സഞ്ചരിച്ചു. രാജുവും രാധയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം കിലോമീറ്ററിൽ എത്രയാണ്? അപ്പോൾ ഈ ചോദ്യം ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ചോദ്യമായതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇനി തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. നോക്കുക, ഇതാണ് അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കരുതുക. രാജു ഇവിടെ നിന്ന് 5 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇങ്ങോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് 6 കിലോമീറ്റർ വടക്ക് കിഴക്ക് സഞ്ചരിച്ചു. 6 കിലോമീറ്റർ വടക്ക് കിഴക്ക്. ഓർക്കുക, ഈ ഡയറക്ഷനാണ് വടക്ക്. കിഴക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. വടക്ക് കിഴക്ക് എന്നുള്ള ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൃത്യം മധ്യത്തിൽ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് 6 കിലോമീറ്റർ. ഇതാണ് വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ്. രാധ 4 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ തെക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെ തെക്ക് കിഴക്ക്, പിന്നീട് 4 കിലോമീറ്റർ തെക്ക് കിഴക്ക് സഞ്ചരിച്ചു. അപ്പോൾ തെക്ക് കിഴക്ക് എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യണം. ഇതാണ് തെക്ക്, ഇത് കിഴക്ക്. ഇതിൻ്റെ രണ്ടും മധ്യത്തിൽ വരുന്നതാണ് തെക്ക് കിഴക്ക്, ഈ ഡയറക്ഷൻ. ഇതും 4 കിലോമീറ്റർ തെക്ക് കിഴക്ക് സഞ്ചരിച്ചു. രാജുവും രാധയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം കിലോമീറ്ററിൽ എത്രയാണ്? അപ്പോൾ രാജുവിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ നമുക്ക് എ എന്ന് കൊടുക്കാം, രാധയുടേത് ബി എന്ന് കൊടുക്കാം. അങ്ങനെയെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഉള്ള ഈ ഡിസ്റ്റൻസ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു മട്ടത്രികോണം രൂപീകരിക്കാം. ഒരു മട്ടത്രികോണം. ഈ മട്ടത്രികോണത്തിൻ്റെ ഈ ബേസ് ഇത് സി എന്ന് എടുക്കാം. ബി സിയും എ സിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിച്ച് എ ബി, പൈതഗോറസ് തിയറം ഉപയോഗിച്ച് എ ബി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിനി ബി സിയും എ സിയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നോക്കുക, നമുക്ക് ഇവിടെ ഒരു ചതുരം കംപ്ലീറ്റ് ചെയ്യാം. ഈ വര, അതായത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ പോകുന്നത് ഈസ്റ്റിനും സൗത്തിനും കൃത്യം മധ്യത്തിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ ചതുരം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 4 വശങ്ങൾക്കും ഒരേ നീളമായിരിക്കും. അതായത് ഇതൊരു സമചതുരമായിരിക്കും. ആ സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളമാണ് ഈ 4 കിലോമീറ്ററും നൽകിയിരിക്കുന്നത്. അപ്പോൾ വികരണത്തിൻ്റെ നീളം അറിയാമെങ്കിൽ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം. അതായത് സമചതുരത്തിൻ്റെ ഒരു വശം കിട്ടാൻ വികരണത്തിൻ്റെ നീളത്തിനെ √2 കൊണ്ട് ഹരിച്ചാൽ മതി.
ഇവിടെ വികരണം 4ആണ്. അപ്പോൾ 4നെ √2 കൊണ്ട് ഹരിക്കണം. ഓർക്കുക 4 എന്ന് പറഞ്ഞാൽ 2 ഗുണം 2ആണ്. 2 ഗുണം 2നെ √2 കൊണ്ട് ഹരിക്കുക. √2ൻ്റെ സ്ക്വയറാണ് 2. അപ്പോൾ 2നെ √2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് √2 കിട്ടും. √2. അപ്പോൾ 4നെ √2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 2√2 ആണ്. 2√2. അപ്പോൾ ഈ സമയത്തിൻ്റെ ഒരു വശം 2√2 ആണ്. അപ്പോൾ ഇവിടെയും 2√2 കിലോമീറ്റർ വരും, ഇതും 2√2 കിലോമീറ്റർ വരും. അതവിടെ നിൽക്കട്ടെ. ഇതുപോലെ നമുക്ക് ഇവിടെയും ഒരു സമയദൂരം രൂപീകരിക്കാം. ഈ സമയദൂരത്തിൻ്റെ ഡയഗണലിൻ്റെ നീളം അല്ലെ വികരണത്തിൻ്റെ നീളം 6 കിലോമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം കിട്ടാൻ 6നെ √2 കൊണ്ട് ഹരിക്കണം. 6/√2. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗുണം 2 ആണല്ലോ. അപ്പോൾ 3 ഗുണം 2/√2. ഇനി √2ൻ്റെ സ്ക്വയറാണ് 2. അതുകൊണ്ട് 2നെ √2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അംശത്തിൽ √2 കിട്ടും. അതായത് 3√2 ആയിരിക്കും ഈ സമയത്തിൻ്റെ ഒരു വശം. അപ്പോൾ ഈ നീളം 3√2 ആണ്, ഈ നീളം 3√2 ആണ്, ഇവിടെയും 3√2 വരും. ഇനി നമുക്ക് ഈ ചതുരം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഇവിടെ 4 കിലോമീറ്റർ ആയതുകൊണ്ട് ഈ ചതുരം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇവിടെയും 4 കിലോമീറ്റർ ആയിരിക്കും. ഇനി ഇത് √2 ആയതുകൊണ്ട് ഇതും √2 ആയിരിക്കും. അപ്പോൾ AC എന്നുള്ള വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടി. എത്രയാണ്? 4 + 3√2 + 2√2. 3√2 + 2√2. ഇത് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം. 4 + 3√2-ഉം 2√2-ഉം കൂടെ കൂട്ടുക. 3-ും 2-ഉം കൂടെ കൂട്ടിയാൽ 5. അപ്പോൾ 5√2 എന്ന് എഴുതുക. അപ്പോൾ ഒരു വശം നമുക്ക് കിട്ടി. എത്രയാണ്? 5√2. 4 + 5√2 ഈ വശം AC 4 + 5√2. ഇനി അതുപോലെ നമുക്ക് താഴ്വശം കണ്ടുപിടിക്കണം. നോക്കുക, ഈ ദൂരം തന്നെയായിരിക്കും ഇവിടെ താഴ്വശത്തെയും മൊത്തം വരിക. ഈ ദൂരം എന്ന് പറയുന്നത് 5 + 3√2 ആണ്. 5 + 3√2. ഇവിടെയും അതേ ദൂരം തന്നെയാണ് മൊത്തം വരിക. അതിൽ നമുക്ക് വേണ്ട ഭാഗം ഒഴിച്ച് ഈ സമയത്തിൻ്റെ ഈ വശമുണ്ട്, ഇത് 2√2 ആണ്. അപ്പോൾ 5 + 3√2-വിൽ നിന്നും ഈ 2√2 കുറച്ചാൽ നമുക്ക് ഈ ദൂരം കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 2√2 കുറയ്ക്കാം. 3√2-വിൽ നിന്ന് 2√2 കുറച്ചാൽ 1√2. അപ്പോൾ 5 + 1√2 എന്ന് വരും. അതായത് 5 + √2. അപ്പോൾ ഈ വശം 5 + √2. ഇനി നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് AB കണ്ടുപിടിക്കാം. ഓർക്കുക, പൈതഗോറസ് തിയറം അനുസരിച്ച് AB² പാദം സ്ക്വയർ + ലംബം സ്ക്വയർ ആണ്. പാദം സ്ക്വയർ 5 + √2² വരും, പ്ലസ് ലംബം 4 + 5√2. 4 + 5√2-ൻ്റെ ഹോൾ സ്ക്വയർ. ഇനി സ്ക്വയർ കാണാനായിട്ട് നമുക്ക് സർവ്വസമവാക്യം ഉപയോഗിക്കണം. അതായത് A + B² = A² + B² + 2AB. ഈ സർവ്വസമവാക്യം ഉപയോഗിച്ച് വേണം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 പ്ലസ് √2ൻ്റെ സ്ക്വയർ 2 പ്ലസ് 2 ഗുണം 5 ഗുണം √2 എന്ന് വരും. 2 5 10 10√2 പ്ലസ് ഇവിടെയും സർവ്വസമവാക്യം ഉപയോഗിക്കുന്നു. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 5 √2ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ 25, √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ 5 √2ൻ്റെ സ്ക്വയർ 25 ഗുണം 2 50 വരും. പ്ലസ് 2 ഗുണം 4 ഗുണം 5 √2. 2 4 8, 8 5 40, 40 √2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യാം. റാഷണൽ നമ്പേഴ്സ് എല്ലാം കൂടെ നമുക്ക് കൂട്ടാം. അതായത് 25, 2, 16, 50 ഇവയെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നു. 50ഉം 16ഉം 66, 2 68, 20 88, 5 93 വരും. പ്ലസ് ഇറാഷണൽ നമ്പേഴ്സ് 10 √2ഉം 40 √2 അത് കൂട്ടിയാൽ 50 √2. ഇനി AB-യുടെ സ്ക്വയറാണിത്. 93 + 50 √2. നമുക്കിതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ √2-നും കൂടെ വാല്യൂ കൊടുക്കണം. അവർക്ക് √2ൻ്റെ വാല്യൂ 1.41. അപ്പോൾ ഇത് 93 + 50 × 1.41 വരും. അതായത് 93 + 1.41-നെ 50 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 70.50. 93 70 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 163. അപ്പോൾ 163.5 വരും. ഏകദേശ വാല്യൂ 163.5. അപ്പോൾ AB കിട്ടണമെങ്കിൽ ഈ 163.5ൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഓർക്കുക, 12ൻ്റെ സ്ക്വയർ 144 ആണ്. 13ൻ്റെ സ്ക്വയർ 169 ആണ്.
അപ്പോൾ 163.5ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 12നും 13നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും വരിക. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 12നും 13നും ഇടയ്ക്കുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 12.8 ഓപ്ഷൻ ബി. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരമായി വരിക ഓപ്ഷൻ ബി 12.8 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി.